നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. മാണിക്യമംഗലത്തെ ഗൗരി നന്ദനെയടി ഞാൻ. അവളുടെ കണ്ണുകളിൽ നിന്ന് വന്നത് തീ ജ്വാലയാ. എന്റെ ഇതുവരെയുള്ള ജീവിതത്തിൽ ഇങ്ങനൊരു സ്ത്രീയെ ഞാൻ കാണുന്നത് ആദ്യമാണ്. മംഗലശ്ശേരിയെ മാത്രമല്ല, ഈ ലോകത്തെ ചുട്ടരിക്കാൻ പോകുന്ന തീ അവളുടെ കണ്ണുകളിലുണ്ട്. ഒരു മിന്നൽ പിണർ പോലെയാ അവൾ മംഗലശ്ശേരി വന്നിറങ്ങിയത്. ആ മാറ്റക്കല്യാണം നടന്നിരുന്നെങ്കിൽ മംഗലശ്ശേരിയിൽ അവരാരായിരിക്കുമെന്ന് ദിനേശേട്ടൻ ഓർത്തു നോക്കിയിട്ടുണ്ടോ? മംഗലശ്ശേരിയിലെ മരുമകള് എന്നുവെച്ച കുടുംബനാഥ, കാവേരി ചേച്ചിയുടെയും ദിനേശേട്ടന്റെ ഏട്ടത്തിയമ്മ. സത്യമാണല്ലോ, ശ്രീദേവി ഏട്ടത്തിന്റെ സ്ഥാനത്തിരിക്കേണ്ടവളാ സഞ്ജുവിന്റെ അമ്മയുടെ. അതൊന്നുമല്ല അവളുടെ പകയെന്ന് വ്യക്തമാക്കിയതില്ലേ? മാണിക്യമംഗലത്തെ ഗൗരി നന്ദന എന്ന പെണ്ണിന് ഇങ്ങനൊരു മാറ്റം എങ്ങനെ സംഭവിച്ചു? കാഴ്ചയിൽ കോടീശ്വരി പോലെയുണ്ട്. അതിന്റെ അഹങ്കാരത്തിൽ അവൾ സംസാരിച്ചത്. ചോദ്യങ്ങൾ ഒരുപാടുണ്ട് ദിനേശേട്ട. ഞാൻ അറിഞ്ഞത് ഗൗരിനന്ദൻ ആത്മഹത്യ ചെയ്തെന്ന. പക്ഷെ അന്ന് റെയിൽവേ ട്രാക്കിൽ ചിന്നിച്ചിതറിയ നിലയിൽ കണ്ടത് മറ്റേതോ പെണ്ണിന്റെയാ. എല്ലാവരും അത് ഗൗരിനന്ദയെന്ന് വിശ്വസിച്ചു. നമ്മൾ അവരെ സംശയിക്കാതെ പോയതും അതുകൊണ്ടാ. ആ സമയത്താവും അവൾ അപ്രത്യക്ഷമായത്. അതാവും ആളുകൾ അങ്ങനെ സംശയിച്ചത്. ഗൗരിനന്ദയ്ക്ക് സംഭവിച്ചത് ചെറിയ നഷ്ടങ്ങളൊന്നുമല്ല. ഭൂമിയിൽ ഒറ്റയ്ക്കായി പോയ പെണ്ണ് ഇന്ന് ഈ നിലയിൽ എത്തണമെങ്കിൽ ഒരുപാട് ദുരനുഭവങ്ങൾ സഹിച്ചിട്ടുണ്ടാവും. അതിലൊരു സംശയമില്ല. കുടുംബത്തിൽ സംഭവിച്ച ദുരന്തങ്ങളെക്കാൾ വലിയ വേദന താണ്ടി തന്നെയാ ഗൗരി നന്ദന എന്ന സാധാരണ പെൺകുട്ടി ഇപ്പൊ ദക്ഷയിലെത്തിയത്. പക്ഷേ ഗൗതത്തെ പറ്റി അവർക്കറിയില്ല. എല്ലാം മനസ്സിലാക്കിയ അവർ അത് മാത്രം അറിയാതെ പോയോ? ഒന്ന് ഞാൻ പറയാൻ മോളെ, അവളെ തൊടാൻ പോയിട്ട് ഫേസ് ടു ഫേസ് നിൽക്കാൻ പോലും കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അമ്മു ആരാണെന്ന് വരെ അവൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഒരു പെണ്ണ് ഏറ്റവും വിലപ്പെട്ടതായിട്ട് കാണുന്നത് അവളുടെ മാനമാണ്. ഈ പക കുടുംബം പോലും മാത്രമല്ല, അവളുടെ നഷ്ടം കൂടിയാ. മാനം നഷ്ടമായ പെണ്ണിന് ലജ്ജയും ഭയവും ഇല്ലാതാവും. പെണ്ണ് ഒരുമ്പിട്ടിറങ്ങുന്ന അപ്പോഴാണ്. അവളുടെ പകയ്ക്ക് മുന്നിൽ ആൺ പെൺ വ്യത്യാസം ഒന്നുമില്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു തെറ്റും ചെയ്യാത്ത നമ്മുടെ ശ്രീകുട്ടിയുടെ ജീവൻ എടുക്കാൻ തയ്യാറാവൂ? അവളൊരു സ്ത്രീയല്ലേ? ഒരുപക്ഷെ അവൾക്കും കാണില്ലേ ശ്രീകുട്ടിയെ പോലൊരു മകള്? വേദനിപ്പിച്ച് പക തീർക്കാൻ അവരുടെ ശ്രമം. അതിനവരാദ്യം തെരഞ്ഞെടുത്തത് ചേച്ചിയാ. നമ്മളോട് പറഞ്ഞതല്ലാതെ അതിന് ഒരു തെളിവില്ലല്ലോ മോളെ. ദക്ഷ എന്ന പേരുണ്ടല്ലോ, അത് റെക്കോർഡിക്കലി നിലവിലുണ്ടാവാൻ യാതൊരു സാധ്യതയില്ല. പോലീസിനെ സമീപിച്ചാൽ അവളെ ചൂണ്ടിക്കാണിച്ചു കൊടുത്താലല്ലേ അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ? അവൾ എവിടെ നിന്ന് വന്നു, എങ്ങോട്ട് പോകുന്നെന്ന് പോലും നമുക്കറിയില്ല. പിന്നെ ദക്ഷയെപ്പറ്റി ഒന്നും നമുക്ക് വീട്ടുകാരോട് ആരോടൊന്നും പറയാൻ പറ്റില്ല. നമ്മൾ രണ്ടുപേരും മാത്രമേ വീട്ടിലുള്ളൂ എന്ന് മനസ്സിലാക്കി അവൾ വന്നത്. അമ്മുവിന്റെ കഴുത്തിൽ താലി കെട്ടിയത് സഞ്ജു ആണെന്നുള്ള അറിവ് വെച്ചാ ദക്ഷ നമ്മളെ ബ്ലോക്ക് ചെയ്തിരിക്കുന്നത്. പുറത്തു വെച്ചുള്ള അവരുടെ സംസാരം ഞാൻ കേട്ടതാ. ദക്ഷ ആരാണെന്നുള്ള അറിവ് പോലെ തന്നെയാ മംഗലശ്ശേരിയെ തകർത്ത് കളയാൻ പോകുന്ന മറ്റൊരു അറിവാ അമ്മു സഞ്ജുവിന്റെ ഭാര്യയാണെന്നുള്ള വിവരം. നീയും ഞാനും ചില കാര്യങ്ങളിൽ ഒരുപോലെയാ. അർഹതപ്പെട്ടെടുത്ത് സ്ഥാനമില്ലാതെ പോയ രണ്ട് സ്ത്രീജന്മങ്ങൾ. മംഗലശ്ശേരിക്കാരെ സംരക്ഷിക്കുന്നതിനുള്ള നിന്റെ തത്രപ്പാട് അറിഞ്ഞ നിമിഷം നീ ഒരു സെർവന്റ് അല്ലാന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. ഡോക്ടർ എന്ന് പറഞ്ഞ ഒരുത്തൻ വന്നാ വല്യേച്ച വിളിച്ച് പറഞ്ഞിട്ട് വേണ്ടേ ശ്രീകുട്ടിയുടെ റൂമിലേക്ക് കയറ്റാനായിട്ട്? ഇനി അവള് ശ്രീകുട്ടിയുടെ റൂമിൽ നിർത്താൻ പാടില്ല. വല്യേച്ചി പറയുന്ന പോലെ
അപശകുനം പിടിച്ച പെണ്ണ അവള്. എന്റെ മോള് ഈ അഗ്നിപരീക്ഷയെ മറികടന്ന് വന്ന ഞാൻ ആദ്യം ചെയ്യുന്നത് അതായിരിക്കും. ഇനി ആരുടെ ഒരഭിപ്രായത്തിനും കാഞ്ചന ചെവി കൊടുക്കില്ലേ. ഇനി എന്റെ കുട്ടി ഒരു പരീക്ഷണത്തിനും വിട്ടുകൊടുക്കാൻ ഞാൻ തയ്യാറാവില്ല. അല്ല, അവളെവിടെ? ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. വല്യേച്ചി ഓടിച്ചു വിട്ടിട്ടുണ്ടെന്ന് മനസ്സിലായി. അവളുടെ അടുത്ത നാടകത്തിന് സമയമായി. അവസരത്തിനൊത്ത പോലെ നിൽക്കാൻ അവൾക്കറിയാം. കഴിഞ്ഞ തവണ വല്യേച്ചി ഓടിച്ചു വിട്ടപ്പോ അവള് പോയി കൈത്തണ്ട മുറിച്ചൊരു നാടകം കളിച്ചു. കൂട്ടു നിൽക്കാൻ ദിനേശനും ഉണ്ടല്ലോ. ദിനേശനും കാവേരിയും അന്ന് വീട് മുഴുവൻ തെരഞ്ഞിട്ടും കൈത്തണ്ട മുറിച്ച് റൂമിൽ കിടക്കുന്നവളെ കാണാൻ കഴിഞ്ഞില്ല. സഞ്ജുവിനെ വിളിച്ചു വരുത്തി അവനെ കൊണ്ട് അവളെ ഹോസ്പിറ്റലിലേക്ക് എടുപ്പിച്ചു. അല്ല, ഇപ്പൊ ദിനേശനെ ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ. വല്യേച്ചി നോക്കിക്കോ, അടുത്ത വാർത്ത ഉടനെ എത്തും. ദിനേശനാണല്ലോ ഇപ്പൊ അവളുടെ ഗോഡ്ഫാദർ. പാവം സഞ്ജു, ഇത്രയൊക്കെ അനുഭവിച്ചിട്ടും അവളെയും ചുമന്നുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് ഓടേണ്ട ഗതികേടും അവന് വന്നു. മോനെ, എന്താമ്മേ? കവിത ഓരോന്ന് പറയുന്നത് കേട്ടപ്പോ ഒരു സമാധാനമില്ല. അമ്മു ദിനേശന്റെ കൂടെ വീട്ടിലേക്ക് പോയിരിക്കുക. അവിടെ ഇവിടെ നിൽക്കാൻ കാഞ്ചനയോട്ട് സമ്മതിക്കുന്നുമില്ല. ആ മരുന്നിന്റെ ബോട്ടിൽ നോക്കാനാ അവിടെ ദിനേശ് ഏട്ടനെയും കൂട്ടി പോയത്. അവിടെ അങ്ങനൊന്നുമില്ല. റൂം മുഴുവനും ഞാൻ ചൂലിനടിച്ചു വാരിയതാ. കാഞ്ചനെ പേടിച്ചിട്ട് അവള് പോയത്. ദിനേശൻ അവൾക്ക് കൂട്ടിരിക്കാൻ പറ്റുമോ? അവളെ അവിടെ നിർത്തിയിട്ട് ദിനേശൻ ഇങ്ങോട്ട് തിരിച്ചു വരും. അമ്മ എന്താ പറഞ്ഞു വരുന്നത്? മോനെ, മുമ്പത്തേതുപോലെ അവള് വല്ല കടുങ്കയും ചെയ്യുമെന്ന് പേടിക്കണ്ടേ? ഡോക്ടർ പറഞ്ഞതൊക്കെ അമ്മും കേട്ടതല്ലേ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.